വെൽക്കം പ്രിയപ്പെട്ടവരെ, വചനധാരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക്. നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന മത്തായിയുടെ സുവിശേഷമാണ്. നമ്മൾ ഡെയിലി ചെറിയ പോർഷൻസ് ബൈബിളിൽ നിന്ന് വായിക്കും, അതിൻ്റെ റിഫ്ലക്ഷൻസ് ഷെയർ ചെയ്യും, എന്നിട്ട് കൺക്ലൂഷനായിട്ട് പ്രാർത്ഥിക്കും. സോ ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് മാത്യുവിൻ്റെ ഗോസ്പലാണ്. ചാപ്റ്റർ 3യുടെ അവസാന ഭാഗം നമ്മൾ വായിക്കുന്നത്. ഓക്കെ, യേശുവിൻ്റെ ജ്ഞാനസ്നാനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 3:13 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം യേശു ഗലീലയിൽ നിന്ന് ജോർദാനിൽ യോഹന്നാന്റെ അടുത്തേക്ക് അവനിൽ നിന്ന് സ്നാനമേൽക്കാൻ വന്നു. യോഹന്നാൻ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നിൽ നിന്ന് സ്നാനമേൽക്കേണ്ടത് ആവശ്യമായിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ? യേശു മറുപടിയായി അവനോട് പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അപ്പോൾ അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്നും കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിനെ പോലെ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നത് കണ്ടു. സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് മാത്യുവിൻ്റെ ഗോസ്പൽ ചാപ്റ്റർ 3 വേഴ്സ് 13 തൊട്ട് 17 വരെ ഉള്ളതാണ് നമ്മളിപ്പോൾ കേട്ടത്. ശരിക്കും ഒത്തിരി പെക്യുലാരിറ്റീസ് ഉള്ള ഒരു വചനഭാഗമാണ്. എല്ലാ ഗോസ്പൽ റൈറ്റേഴ്സും, നമുക്ക് 4 ഗോസ്പൽ റൈറ്റേഴ്സ് ഉണ്ട്. 4 പേര് 4 സുവിശേഷങ്ങളും ഏകദേശം ഇതിനെ പ്രതിപാദിക്കുന്നത് അവരുടേതായ ഒരു വേർഷനിലാണ്. ഒരു യൂണിഫൈഡ് വേർഷൻ പറയാനില്ല. സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും ഓരോരുത്തർക്കും അവരുടെ ഒരു പെർസ്പെക്റ്റീവിനകത്ത് കാണാൻ പറ്റും. സെയിം ഇൻസിഡൻ്റ് ആണ് പറയുന്നതെങ്കിലും. എന്ന് മാത്രമല്ല, ഇവിടെ വളരെ എസ്പെഷ്യലി നമ്മുടെ ആദിമസഭയ്ക്ക് വളരെ വളരെ ചിന്തിക്കാനായിട്ട് കോസായ ഒരു സംഭവമാണ് കർത്താവിൻ്റെ ജ്ഞാനസ്നാനം. ബിക്കോസ് ശരിക്കും പറഞ്ഞാൽ പാപികളാണ്. കഴിഞ്ഞ അധ്യായത്തിൽ കേട്ടു, പാപികളാണ് സ്നാപയോഹന്നാൻ്റെ അടുത്ത് ജ്ഞാനസ്നാനം സ്വീകരിക്കും, മാമോദിസ സ്വീകരിക്കാൻ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈശോ വന്ന് മാമോദിസ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഈശോ ദൈവമായിട്ട് കണ്ട് ആരാധിക്കുന്നവർക്ക് പാപികളല്ലേ മാനസാന്തരപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്. അപ്പോൾ ഈശോ ആ ഗണത്തിൽ വന്നത് അവർക്കൊരു ചിന്താക്കുഴപ്പത്തിന് ഒരു തരത്തിൽ പറഞ്ഞ കാരണമായിട്ടുള്ള ഒരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല വേർഷൻസും ഓരോ ഗോസ്പലും വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ന്യൂവൻസസ്, അതിനൊക്കെയുള്ള സട്ടിലായിട്ടുള്ള മീനിങ്സ് തിരിച്ചറിയാൻ പറ്റും. പ്രിയപ്പെട്ടവർ, നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് ഈ 3rd ചാപ്റ്ററിൻ്റെ സ്നാപയോഹന്നാനെ പറ്റി തന്നെ ഉള്ള ചില കാര്യങ്ങൾ. സ്നാപയോഹന്നാൻ്റെ ടീച്ചിങ് അങ്ങനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. ആ ടീച്ചിങ്ങിനകത്ത് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നത് എന്നെക്കാൾ വലിയവനാണ്, അവൻ്റെ ചെരുപ്പ് എടുക്കുമ്പോൾ എനിക്ക് ചെരുപ്പ് വഹിക്കാൻ പോലും യോഗ്യതയില്ലെന്ന് പറഞ്ഞിട്ട് പറയാണ്ട് വീശുമുറ അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു പിക്ചറോടെയാണ് അത് കൺക്ലൂഡ് ചെയ്തേക്കുന്നത്. ജഡ്ജ്മെൻറ്റ് എങ്ങനെയാണ്? അവൻ ഗോതമ്പും അതുപോലെ പതിരും തമ്മിൽ വേർതിരിക്കും, വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ നമ്മൾ വായിച്ചത് ഒരു ജഡ്ജിൻ്റെ ഒരു പിക്ചർ എസ്കറ്റോളജിക്കലി, അതായത് അവസാന നാളുകളിൽ ഒരു ജഡ്ജിൻ്റെ ഒരു പിക്ചറാണ് ജോൺ അവിടെ പിക്ചറൈസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വായിച്ച് നിർത്തുന്നത്. അപ്പോൾ ആ ഒരു വിദ്യാളനായിട്ട് വരുന്ന ദൈവത്തെ പറ്റി പറയുമ്പോൾ അപ്പം ജോണിൻ്റെ കൺസെപ്റ്റിൽ അന്ന് ഇല്ലാത്തത്, അല്ലെങ്കിൽ അന്ന് വളരെ ചെറുതായിട്ട് മാത്രമുള്ളതും ഈശോ പിന്നെ വളരെ സ്പെഷ്യലായിട്ട് എടുത്തു വരച്ച് കാട്ടിയ ഒരു പിക്ചറുമുണ്ട് ദൈവത്തിൻ്റെ. ആ ദൈവത്തിൻ്റെ നീതിയുടെ മുഖം അവിടുത്തെ കരുണയുടെ മുഖമാണെന്നുള്ളതാണ്. ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് കാരുണ്യം നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ ഒരു അപ്പൻ്റെ ഹൃദയം ദൈവത്തിനുണ്ടെന്നാണ് ഈശോക്ക് കാണിച്ചിരുന്നത്. അപ്പം അതിനു മുമ്പുള്ള നിയമവും പ്രവാചകന്മാരും എല്ലാം തന്നെ ഒരു ജഡ്ജ് ചെയ്യുന്ന, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രതിഫലം നൽകാൻ കാത്തിരിക്കുന്ന ഒരു ക്ലിയർ കട്ട് അങ്ങനത്തെ ഒരു ദൈവത്തെ വരച്ച് കാട്ടിയിരുന്നത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ അവർക്ക് മനസ്സിലായത് അങ്ങനെയാണ്. പിന്നെ ഈശോ വന്ന് ദൈവം തന്നെയായ ഈശോയാണ് ദൈവത്തെ വെളിപ്പെടുത്തിയെന്ന് ജോൺ ദ ഗോസ്പലിൽ വായിക്കുമ്പോൾ അങ്ങനെ ഈശോ വെളിപ്പെടുത്തിയതാണ് ദൈവത്തിൻ്റെ ഹൃദയം. അപ്പോൾ ശരിക്കും ഈ വലിയൊരു ജഡ്ജ് വന്ന് കതിരിനെയും പതിരിനെയൊക്കെ വേർതിരിക്കുന്ന ഒരു ജഡ്ജ്, അത് ശരിയാണ്. ഈശോ തന്നെയാണ് അങ്ങനെ ജഡ്ജായിട്ട് വരുന്നത്. നമ്മൾ കാത്തിരിക്കുന്ന 2ാം വരവിൻ്റെ സമയത്ത് അങ്ങനെ തന്നെ ഈശോ ചെയ്യും. പക്ഷെ അതിനകത്ത് കാണുന്ന ഒരു വ്യത്യാസമാണ്, ആ ജഡ്ജ് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു ഹാർഡ് ഹാർട്ടഡ് ആയിട്ടൊരു ജഡ്ജ് അല്ല എന്നുള്ള നമുക്കിവിടെ എങ്ങനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ജോൺ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ജോണിൻ്റെ ടീച്ചിങ് ഇങ്ങനെ ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊരു ജഡ്ജിനെ പറ്റിയാണ്. ആ ടീച്ചിങ് കഴിഞ്ഞപ്പോൾ ആ ടീച്ചിങ്ങിനിടയ്ക്ക് ഒരാൾ നടന്നു വരുവാണ്, ഒരു ചെറുപ്പക്കാരൻ. ആ വ്യക്തിയാണ് ആക്ച്വലി ഈ ജഡ്ജ് എന്ന് പറയുന്നത്. ആ ജഡ്ജിൻ്റെ ആരവങ്ങളില്ല, നിയമങ്ങളെ പറ്റിയുള്ള വലിയ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു 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 ഒബീഡിയൻസ്
അതൊക്കെ നാച്ചുറലി വരുന്നതാണ്. ഈശോയോടൊപ്പം ജീവിക്കുമ്പോൾ നാച്ചുറലി നമ്മുടെ പേഴ്സണാലിറ്റി നിയമങ്ങളൊക്കെ ഒബേ ചെയ്യുന്ന പേഴ്സണാലിറ്റി ആയിട്ട് മാറും എന്നുള്ളതാണ്. അല്ലാതെ നമ്മളൊരു നിയമം അനുസരിച്ചില്ലെന്ന് പറഞ്ഞാൽ മസിൽ പിടിച്ച് ചെയ്യാനായിട്ടല്ല ദൈവം നിയമങ്ങൾ തന്നേക്കുന്നത്. അപ്പോൾ ഈശോ തന്നെയാണ് അത് അനുസരിക്കാനുള്ള കഴിവ് തരുന്നതും ഈശോയോട് ചേർന്ന് ജീവിക്കുന്നവർക്കാണ് അനുസരിക്കാൻ പറ്റുന്നതും. അതാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പുതിയ നിയമം. സ്നേഹത്തിൽ ബേസ്ഡ് ആയിട്ടുള്ള പുതിയ നിയമം എന്ന് പറയുമ്പോൾ ദൈവസ്നേഹം, പരസ്നേഹം നിറഞ്ഞ് ജീവിക്കുന്ന വ്യക്തികൾ നാച്ചുറലി ആ ജീവിതം എല്ലാ നിയമവും ഫുൾഫിൽ ചെയ്തിരിക്കും. അതാണ് ഈശോ തരുന്നൊരു കഴിവെന്ന് പറയുന്നത്. അപ്പോൾ ആ ഈശോ, ആ ജഡ്ജ് ആയിട്ടുള്ള ഈശോ, ആ വിധികർത്താവായിട്ടുള്ള ഈശോ നടന്നു വന്ന് ഒരിക്കലും ഒരു വിധികർത്താവ് ചെയ്യുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു പ്രവൃത്തി അവിടെ ചെയ്യുകയാണ്. കാരണം ദൈവമാണ് വിധികർത്താവ്. ആ ദൈവം ഇവിടെ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ പാപികളെ പോലെ തന്നെ വന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ആദിമ ക്രൈസ്തവ സമൂഹത്തിന് ഒരു ഡിഫിക്കൽട്ടി ഉള്ള ഒരു തോട്ടാക്കി മാറ്റിയത്. ബിക്കോസ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനും പറ്റും ഇതെല്ലാം സത്യമാണ്, സുവിശേഷം സത്യമാണ്. ഒരു മതം സ്ഥാപിക്കുന്ന ഒരാളെ പറ്റിയൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എഴുതുമ്പോൾ നാണക്കേട് മനുഷ്യർക്ക് തോന്നുന്ന കാര്യങ്ങൾ, തെറ്റിദ്ധരിക്കാൻ ഇടയുള്ള കാര്യങ്ങൾ, അതൊന്നും കുറച്ച് വെച്ചിട്ടല്ല ക്രിസ്തു മതത്തിൻ്റെ ഒരു എഴുത്തുകളും സുവിശേഷമോ ബൈബിളോ ഒക്കെ ഒരു കലർപ്പും കൂടാതെ ഈശോ എങ്ങനെ അപമാനിക്കപ്പെട്ടു, ഈശോ എങ്ങനെ തകർക്കപ്പെട്ടവനും പരാജിതനും ഒക്കെ ആയിട്ട് കാണപ്പെട്ട് കുരിശിൽ കൊല്ലപ്പെട്ടു. ദൈവം എന്ന് പറയുമ്പോൾ എല്ലാം ചെയ്യുന്നവനാ. ഇത് ചെയ്യുന്നവനല്ല, എല്ലാത്തിനും സബ്മിസീവായിട്ട് റിസീവ് ചെയ്യുന്ന ഒരു പിക്ചർ. എന്നിട്ടത് ദൈവം ഇങ്ങനെ ഇത്രയും പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം എഴുതിയിട്ട് അതിന് പിന്നിലുള്ള നിഗൂഢമായ ദൈവത്തിൻ്റെ മനോഹരമായ പദ്ധതി വെളിപ്പെടുത്തുന്നതാണ് ക്രിസ്തുമതത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ക്രിസ്തുമതം സ്ഥാപിച്ച ആൾ ഭയങ്കര മിറക്കിൾ വർക്കർ മാത്രമായിരുന്നില്ല. അല്ലെങ്കിൽ ക്രിസ്തുമതം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ആ ക്രിസ്തു ഒരു ദുഃഖിതനും മുറിവേറ്റവനും വിലപിക്കുന്നവനും അങ്ങനെയുള്ളൊരു മനുഷ്യനായിട്ട് ഇവിടെ കടന്നുപോയി എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്നൊരു ജീവിതം ഇവിടെ ജീവിച്ച് കടന്നുപോയ വ്യക്തിയാണ് ഈശോ. അപ്പം അങ്ങനെയുള്ള ദൈവത്തിൻ്റെ ഒരു മുഖം വരച്ചു കാട്ടുന്നത് നമ്മുടെ ഗോസ്പൽസ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സത്യസന്ധതയെപ്പറ്റി ഒരു ഡൗട്ടും ആർക്കും വയ്ക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ കെട്ടുകഥകളാണെന്ന് നമ്മൾ സുവിശേഷങ്ങളെപ്പറ്റി ആരും പറയേണ്ട കാര്യമില്ല. കാരണം ജോണിൻ്റെ ഒക്കെ ഗോസ്പൽ വായിക്കുമ്പോൾ ഈശോ വന്ന് അവർ പറയും, നിനക്ക് ദുരാത്മാവുണ്ട്, നീ ഡീമൺ പൊസസ്ഡ് ആണ്, നിനക്ക് യു ആർ നോട്ട് ഈവൻ സെയിൻ, അല്ല നിനക്ക് ഭ്രാന്തുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അക്യൂസേഷന് നടുക്ക് നിന്ന് പ്രീച്ച് ചെയ്യുന്നൊരു റബ്ബായി പബ്ലിക്കിൽ പ്രീച്ച് ചെയ്യുന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ അഭിമാനിക്കുന്നവരും പരിഹസിക്കുന്നവരും ചോദ്യം ചെയ്യുന്നവരും ചുറ്റും നിന്ന് കുറ്റപ്പെടുത്തുന്നു. എന്നിട്ട് അവരുടെയൊക്കെ കയ്യിൽ അകപ്പെട്ട് മരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു പിക്ചർ എങ്ങനെ ഒരു ഗ്ലോറിയസ് കെട്ടുകഥയായിട്ട് മാറും? അല്ല, അതിപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും സത്യം മാത്രമാണ് സുവിശേഷങ്ങളെന്ന്. വെറുതെ ഒരു നാച്ചുറൽ ലോജിക്കിൽ തന്നെ കോമൺ സെൻസ് തന്നെ മനസ്സിലാക്കാൻ പറ്റും. എനിവേസ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഈശോ അവിടെ ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്നുള്ളത് ഒരു ചിന്താക്കുഴപ്പത്തിന് കാരണമാകാൻ സാധ്യതയുള്ള വസ്തുതയാണ്. എന്തുകൊണ്ട് ഈശോ, പാപിയല്ലാത്ത ഈശോ, എന്തിന് അവിടെ വന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചു? പ്രിയപ്പെട്ടവരെ, ഈശോ ഗോസ്പൽ എസ്പെഷ്യലി പുതിയ നിയമത്തിൽ ആദ്യമായിട്ട് ഈശോ സംസാരിക്കുന്നതായിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന വചനം ഇതാണ്. യോഹന്നാനോട് ഈശോ പറയുന്ന വചനം. ഈശോ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ പോകുമ്പോൾ യോഹന്നാൻ പറയും, ഞാൻ നിൻ്റെ പാദം കഴുകാനിരിക്കെ നീ എൻ്റെ അടുത്ത് വരുന്നെന്ന് ചോദിച്ച്, കാരണം യോഹന്നാന് തിരിച്ചറിയാൻ പറ്റിയതുകൊണ്ട്. അപ്പോൾ ഈശോ പറയുവാണ്, ഇപ്പോൾ ഇത് സമ്മതിക്കുക. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അപ്പോൾ അവൻ സമ്മതിച്ചു. എന്തുകൊണ്ടെന്നാൽ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. ഇതാണ് ഈശോ വളരെ ക്ലാരിറ്റിയോടെ പറയുന്ന ആദ്യത്തെ വചനം. പുതിയ നിയമത്തിനകത്ത് നമ്മൾ കാണുന്ന രീതിയിൽ എന്താ അറേഞ്ച് ചെയ്തിരിക്കുന്ന കനോണിക്കൽ ബുക്സിനകത്ത് ആദ്യമായിട്ട് ഈശോയുടെ അറ്ററൻസ് ഇതാണ്, സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. പ്രിയപ്പെട്ടവരെ, മാത്യുവിൻ്റെ ഗോസ്പലിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട 2 തീംസാണ്. ഒന്ന് ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ്, ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ പാസ്റ്റ്, അല്ലെങ്കിൽ ഫുൾഫിൽമെൻറ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേട്ടതാണ്. ഫുൾഫിൽമെൻറ്റ് സൈറ്റേഷൻസ് ഒത്തിരി എടുത്ത് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം എന്ന രീതിയിൽ മാത്യു പറയുന്നു. അപ്പോൾ ഫുൾഫിൽമെൻ്റ് എന്നുള്ളത് ഒരു വലിയ തീമാണ് മാത്യുവിനെ സംബന്ധിച്ച്. രണ്ടാമത് റൈച്ചസ്നെസ്, നീതി എന്നുള്ളതും. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും, അല്ല, അവിടെ നീതിയുടെ കാര്യം പറയുന്നു. നമ്മൾ ലേറ്റർ ഓൺ നമ്മൾ ചാപ്റ്റർ 5 ഒത്തിരി നീതിയെപ്പറ്റി വായിക്കും. ചാപ്റ്റർ 5 പറയുന്നത്, നിങ്ങളുടെ നീതി നിയമത്തിൻ്റെയും ഫരിസയുടെയും നീതി അതിലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ നീതിയെപ്പറ്റി ഒത്തിരി ആശയങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഗോസ്പലാണ് മാത്യുവിൻ്റെ ഗോസ്പൽ. അപ്പോൾ ഈ 2 തീമും അവിടെ
പ്രത്യേകിച്ച് മാത്യു വിടാതെ പറഞ്ഞിരിക്കുകയാണ്. ഈശോ പറയുന്നു, സകല നീതിയും സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. പ്രിയപ്പെട്ടവരെ, ഈ നീതി എന്ന് പറയുമ്പോൾ ശരിക്കും ബിബ്ലിക്കലി നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്, നീതിമാൻ എന്ന് ജോസഫിനെ പറ്റി പറയാൻ റീസൺ നിയമം ഫുൾഫിൽ ചെയ്ത വ്യക്തി, നിയമത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിയമം അനുസരിക്കുന്ന വ്യക്തി. അപ്പം അങ്ങനത്തെ ഒരു നീതി ഇവിടെ ഉണ്ട്, നിയമത്തിൻ്റെ പൂർത്തീകരണം എന്നുള്ള നീതി. പക്ഷെ നമ്മൾ നിയമം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കി, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ മനുഷ്യർക്ക് എല്ലാവർക്കും നന്മ വരണം എന്നാണ്. ദൈവം നല്ലവനാണ്, നമ്മളെല്ലാവരും നല്ലവരായിരിക്കണം, നമുക്ക് നന്മ വേണം, നമ്മുടെ ഉള്ളിൽ നന്മയായിരിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം തന്നെ ദൈവത്തിലുള്ള നന്മ എങ്ങനെ നമ്മളിൽ വരും, എങ്ങനെ നമ്മളിൽ വെളിപ്പെടും, എങ്ങനെ നമ്മൾ ജീവിക്കും, ഇതാണ് എല്ലാ കൽപ്പനകളും പ്രകടമാക്കുന്നത്. 10 പ്രമാണങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു മോറൽ കോഡ്, ദാറ്റ് ഈസ് എ പേഴ്സണാലിറ്റി ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വ്യക്തിത്വമാണ് ആ 10 പ്രമാണങ്ങളിലും കൂടെ കാണുന്നത്. ആ വ്യക്തിത്വം നമ്മളിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ ചിന്തിച്ചു സാബത്തിനെ പറ്റിയുള്ള നിയമം. സാബത്തിൽ ദൈവത്തിൻ്റെ റെസ്റ്റുമായിട്ട് നമ്മൾ പങ്കെടുക്കുക, ദൈവത്തിൻ്റെ വിശ്രമത്തിൽ നമ്മൾ പങ്കുചേരുക, അതിനാണ് സാബത്ത് തന്നത്. അല്ലാതെ ഒരു ജോലിയും ചെയ്യാതെ നിയമം അനുസരിച്ച് കണ്ണുപോലും ചിമ്മാതിരിക്കുക, അങ്ങനെ അല്ല അതിൻ്റെ ഉദ്ദേശം. അതിൻ്റെ ഉദ്ദേശം ദൈവത്തിന് റെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ദൈവം നൽകുന്ന ആശ്വാസത്തിൽ, കംഫർട്ടിൽ എൻജോയ് ചെയ്യുക, റീചാർജ് ചെയ്യുക. അതിനുള്ള ദിവസം സാബത്ത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ നോക്കി ദൈവത്തിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ ദൈവം കാണുവാണ്. ദൈവവും മനുഷ്യനും ഒന്ന് ചേർന്ന് ഒരു വിശ്രമം, ഒരു സ്നേഹ സൗഹൃദം പങ്കിടുന്ന ദിവസം. എല്ലാ നിയമവും എടുത്തു നോക്കിയാൽ ഇങ്ങനെ ഒരു വശം കാണാം. ദൈവത്തിൻ്റെ ഹൃദയം ആ ഹൃദയം പോലെ മനുഷ്യരുടെ ഹൃദയമാക്കണം. ഇതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. ഓരോ കൽപ്പനയുടെയും ഉദ്ദേശം ഇതാണ്. നമ്മളത് ഫുൾഫിൽ ചെയ്യുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് ചേർന്ന അവസ്ഥ, ദൈവത്തെ പോലെ ആയിരിക്കുന്ന അവസ്ഥ. അതാണ് നിയമം. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പല പല കോണ്ടെക്സ്റ്റും ഉണ്ട്. നമുക്ക് ജോണിൻ്റെ റൈറ്റിംഗ് ലെറ്റേഴ്സ് അത് കാണാം. 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായത്തിൽ അതിങ്ങനെ പറയും, അവൻ വരുമ്പോൾ നമ്മൾ അവനെപ്പോലെ ആയി കാണപ്പെടും എന്നാണ് എഴുതിയേക്കുന്നത്. വെൻ ഹി കംസ് വി വിൽ ബിക്കം ലൈക്ക് ഹിം. അപ്പോൾ അവനെപ്പോലെ ആവുക, ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ അവനെപ്പോലെ ആവുക എന്നാണ്. ദൈവത്തിൻ്റെ പരിപൂർണത പോലെ ആവുക, ദൈവത്തിൻ്റെ ഹോളിനെസ് പോലെ ആവുക. ദൈവം എങ്ങനെയാണ് അതുപോലെ ആവുക, ഇതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ നീതി, ദൈവത്തെ പോലെ ആവുക എന്നുള്ള നീതി ഫുൾഫിൽ ആകാനാണ് ഈശോ വന്നിരിക്കുന്നത്. മനുഷ്യർക്ക് സ്വന്തം കഴിവുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി പാപത്തിൽ കിടക്കുക. അപ്പോൾ ഈശോ കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് നേടിയെടുക്കുന്ന രക്ഷയിൽ പങ്കുകാരാവുമ്പോൾ നമുക്കും നീതിമാന്മാരാകാൻ പറ്റും. അപ്പോൾ ഇവിടെ സർവ്വനീതിയും പൂർത്തിയാക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് മാത്രമാണ് ഈശോയുടെ ലൈഫിൽ വരുന്നത്. ഈശോ വന്ന് ബാപ്റ്റിസം സ്വീകരിക്കുന്നു. അങ്ങനെ പാപത്തിൽ ആയിപ്പോയ, ബാപ്റ്റിസം ആവശ്യമുള്ള മാനവരാശിയുടെ മുഴുവനും അവസ്ഥയിലോട്ട് ഈശോ പങ്കുചേരുന്നു. നമ്മൾ നേരത്തെ ഈജിപ്തിലേക്ക് പലായനം ചെയ്തതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ ഇതേ കാര്യം പറഞ്ഞു. അങ്ങനെ മനുഷ്യരുടെ എല്ലാവരുടെയും ഹിസ്റ്ററി, മനുഷ്യരുടെ എല്ലാവരുടെയും വ്യക്തിത്വം, മനുഷ്യരുടെ എല്ലാവരുടെയും പാപം, അതെല്ലാം ഈശോ സ്വന്തം പേഴ്സണാലിറ്റിയിലേക്ക്, സ്വന്തം ലൈഫിലേക്ക് കൺസോളിഡേറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഈശോ കുരിശിൽ മരിക്കുന്നു പറഞ്ഞു. ഈ ബാപ്റ്റിസം എന്ന് പറഞ്ഞ കുരിശു മരണത്തിൻ്റെ ചെറിയൊരു റെപ്ലിക്ക, ചെറിയൊരു പതിപ്പാണ്. അതുപോലെ സെൻറ്റ് പോൾ തന്നെ പറയുന്നില്ലേ, നമ്മൾ മാമോദീസയിൽ നമ്മൾ ക്രിസ്തുവിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു പറയുന്നില്ലേ. അപ്പോൾ ആ ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ ആക്ച്വലി സിംബലൈസസ് ഈശോയുടെ കുരിശുമരണം. നമ്മൾ പിന്നെ വായിക്കും, ഈശോ പറയുന്നുണ്ട്, എനിക്കൊരു മാമോദീസം മുങ്ങാനുണ്ട്, അത് പൂർത്തിയാകുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്, മൈ സോൾ ഈസ് റെസ്റ്റ്ലെസ് എന്ന് ഈശോ പറയുന്നു. കാരണം ആ മാമോദീസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒറിജിനൽ ഫുൾഫിൽമെൻ്റ് ആകുന്ന കുരിശുമരണമാണ്. കുരിശുമരണത്തിൻ്റെ ചെറിയ മുന്നോടി, ചെറിയൊരു പതിപ്പാണ് ഈ ഒരു ജ്ഞാനസ്നാനം. 2-3 കാര്യമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ തന്നെക്കാൾ ഇൻഫീരിയർ ആയിട്ടുള്ള ജോണിൻ്റെ മുമ്പിൽ കുമ്പിട്ട് നിന്ന്, അല്ലെങ്കിൽ ജോൺ കൊടുക്കുന്ന ആ ഒരു അഭിഷേകം, ആ പ്രാർത്ഥന, അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ് റിസീവ് ചെയ്തു, ആ ഒരു മാമോദീസ റിസീവ് ചെയ്യുന്നു, സബ്മിസീവ് ആകുന്നു. അവിടെ വന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന എല്ലാവരും പാപങ്ങൾ ഏറ്റുപറഞ്ഞാണ് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതെന്ന് നമ്മളിപ്പോൾ വായിച്ചതേ ഉള്ളൂ. ഈ 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ വായിച്ചതാണ്. അപ്പോൾ അവരോട് ചേർന്ന് നിന്ന് താനും പാപിയാണെന്നുള്ള ഒരു പാപം നിറഞ്ഞ മാനവരാശി തന്നിലേക്ക് ചേർത്ത് വെച്ചു. പിന്നെ വിധേയപ്പെട്ടു, എന്നിട്ട് വെള്ളത്തിലിറങ്ങി, എന്നിട്ട് ഈശോ കയറുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു. ഇത് തന്നെയാണ് കുരിശുമരണത്തിനകത്തും.
പാപം എന്ന് പറഞ്ഞ മാനവരാശി മുഴുവനും തന്നിലേക്ക് ചേർത്തു. ഗെത്സമനിലൊക്കെ നമ്മൾ വായിക്കുന്നു, ഈ പാനപാത്രം എന്ന് പറഞ്ഞ് മനുഷ്യരുടെ എല്ലാവരുടെ ആഡം തൊട്ട് ലാസ്റ്റ് ആയിട്ടുള്ള എല്ലാ മനുഷ്യരും പാവം ഒരുമിച്ച് അതിൻ്റെ ആ വെയിറ്റ് ഫുൾ ഈശോ സ്വന്തം ബോഡിയിൽ ഏറ്റെടുക്കണം. അങ്ങനെ കുരിശിൽ മരിക്കുന്നു. ആ മാമോദീസയിൽ മുങ്ങുന്നു, കുമ്പിടുന്നു എന്ന് പറഞ്ഞാൽ പീലാത്തോസിൻ്റെ മുമ്പിൽ, പ്രധാന പുരോഹിതന്മാരുടെ മുമ്പിൽ, അൾട്ടിമേറ്റ്ലി ജനങ്ങളുടെ മുമ്പിൽ ആ കുരിശും വഹിച്ചുകൊണ്ട് ഇതിനേക്കാളും സബ്മിസീവ് ആകാനോ താഴാനോ ഇല്ലാത്ത രീതിയിൽ പരിഹാസ രാജാവായി നമ്മൾ വായിക്കുന്നു അല്ലേ. മുഖത്ത് തുപ്പുന്നത്, മുഖത്ത് തലയിൽ അടിക്കുന്നത്, ഉൾക്കിരീടം വയ്ക്കുന്നത്, ഇതെല്ലാം ഈശോ ദൈവമായിരുന്നിട്ടും ഇതിനെയൊക്കെ ഒരു ചെറിയൊരു വിൽ കൊണ്ട് നിർത്താവുന്ന ദൈവം അതെല്ലാം ഏറ്റെടുത്തു. അതെല്ലാം ആ ഒരു അൾട്ടിമേറ്റ് സബ്മിസീവ്നെസ് ഈശോ കാണിച്ചു കുരിശുമരണത്തിൽ. അതിൻ്റെ ഒരു തുല്യമെന്ന രീതിയിൽ ബാപ്റ്റിസത്തിൽ ഈശോ അത് തന്നെ കാണിക്കുന്നു. കുരിശുമരണത്തിൽ ഈശോയുടെ അൾട്ടിമേറ്റ് മാമോദിസ സ്വീകരിച്ചിട്ട് പിന്നെ ഒരു ഉയർപ്പുണ്ട്. ആ ഉയർപ്പിലൊന്നും ഈശോ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ഈശോ എല്ലാത്തിൻ്റെ മേലിൽ രാജാവായി പാപത്തെ, ശാപത്തെ, മരണത്തെ, പിശാചിനെ എന്നേക്കുമായിട്ട് കീഴടക്കിയ ഉത്ഥാനം ഈശോ നമുക്ക് വേണ്ടി ഈശോ ചെയ്തു. അപ്പോൾ അതുപോലെ ഈ ബാപ്റ്റിസം എല്ലാ നീതിയും പൂർത്തിയാക്കുന്ന കുരിശുമരണം, നേടിയെടുക്കുന്ന രക്ഷ, അതിവിടെ ഈശോ ചെറുതായിട്ട് ഇനാക്ട് ചെയ്യുകയാണ്. എല്ലാ നിയമവും പൂർത്തിയാകുന്നത് ഉചിതമാണ്. ഈ നിയമം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഈശോ വന്നത്. ഈശോയുടെ പബ്ലിക് മിനിസ്റ്ററി എൻ്റർ ചെയ്യുമ്പോൾ ഈശോ അത് തന്നെ കാണിച്ചു തുടങ്ങുകയാണ്. കുരിശു മരണത്തിൻ്റെ ചെറിയൊരു പതിപ്പ്, വിധേയപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി, മരണത്തിൽ മുങ്ങി ഉയർത്തെഴുന്നേറ്റ്. കാരണം ജ്ഞാനസ്നാനം സ്വീകരിച്ച ഉടൻ അവൻ വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നു എന്ന് നമ്മൾ വായിക്കുക. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അടയാളം എന്നോണം ഇങ്ങനെ ഒരു സബ്മിസീവ്നെസ്സും ഇങ്ങനെ ഒരു മരണത്തിലേക്കുള്ള ആ ഒരുക്കം, ഈശോയുടെ വില്ലിങ്നെസ്, ഈശോ സ്വർഗത്തിന് മുമ്പിൽ ഈശോ എന്ന വ്യക്തി, ദൈവത്തിൻ്റെ ട്രിനിറ്റിയുടെ രണ്ടാമത്തെ വ്യക്തി, അങ്ങനെ ഒന്ന് ഏറ്റുപറഞ്ഞപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. അവിടെ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും വെളിപ്പെടാനുള്ളൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. കാരണം പുത്രൻ തൻ്റെ ദൗത്യത്തിൻ്റെ അപൂർണത സ്വർഗത്തിന് മാത്രം മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ചെറുതായിട്ടത് കാണാൻ ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ പറ്റി. അതിൻ്റെ അൾട്ടിമേറ്റ് ട്രൂത്ത് അറിയാനായിട്ട് ട്രിനിറ്റിയുടെ ഹൃദയത്തിൽ മാത്രമേ അപ്പോഴതുള്ളൂ. പിന്നെ 3 വർഷം കഴിയുമ്പോൾ ഈശോ കുരിശിൽ മരിക്കുമ്പോൾ അത് ലോകത്തിന് മുൻപിൽ ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധിയായിട്ട് ചൊരിയപ്പെടും. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടു, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നു, പരിശുദ്ധാത്മാവ് ഒരു പ്രാവനെ പോലെ ഇറങ്ങി വരുന്നു. നമ്മൾ ഒത്തിരി വർഷം കേട്ട് പതിഞ്ഞ ഒരു സംഭവമാണിത്. നമുക്കകത്തൊരു വ്യത്യാസം കാണാം. മാർക്കിൻ്റെ ഗോസ്പലിലും ലൂക്കിൻ്റെ ഗോസ്പലിനകത്തും പിതാവായ ദൈവത്തിൻ്റെ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് മാത്യു എഴുതിയിരിക്കുന്നത്. പക്ഷെ മാർക്കിനകത്തും ലൂക്കിനകത്തും നീ എൻ്റെ പ്രിയപുത്രൻ, നീ എൻ്റെ അങ്ങനെ നീ എന്ന് പറഞ്ഞ ഈശോയോട് അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വായിക്കുക. ഇവിടെ മാത്യു അതിനെ കുറച്ചും കൂടെ ഒബ്ജക്റ്റീവായിട്ട് എല്ലാവർക്കും ഉള്ളൊരു ഡെക്ലറേഷനായിട്ട് അവിടെ പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ 2 കോണ്ടെക്സ്റ്റ് ഇവിടെ നമുക്ക് കാണാം. ഒന്ന് സങ്കീർത്തനം രണ്ടാമത്തെ സങ്കീർത്തനം 7-ാമത്തെ വചനത്തിനകത്ത് പറയുന്നത് നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിനക്ക് ജന്മം അരുളി എന്ന് പറയുന്ന Psalm 2:7 ആ വേഴ്സ് അവിടെ കാണാം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനോടൊപ്പം തന്നെ നമ്മൾ പഴയ നിയമത്തിനകത്ത് വായിക്കുന്നത് യേശുപ്രവാചകന്റെ പുസ്തകം 42-ാമത്തെ അധ്യായം നമ്മളിങ്ങനെ വായിക്കും: ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം, എൻ്റെ ആത്മാവിനെ ഞാൻ അവന് നൽകി എന്നൊക്കെ വായിക്കുന്നുള്ളൂ. അപ്പോൾ ഈ 2 വചനങ്ങളുടെ ഒരു ഓർമ്മ, ഒരു ധ്വനി നമുക്ക് കാണാം ഇവിടെ ദൈവമായ കർത്താവ്, പിതാവായ ദൈവം ഈശോയെ പറ്റി പറയുമ്പോൾ. അതുപോലെ നമുക്ക് വേറൊരു കോണ്ടെക്സ്റ്റ് കാണാൻ പറ്റുന്നത് അബ്രഹാം ഐസക്കിനെ ബലി കഴിക്കുന്ന ആ സമയത്ത് ആ ഒരു ഐസക്കിൻ്റെ ബലി, അതും കൂടി ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അതിന് റീസൺ ഇതാണ്. നമ്മൾ ജനറലി കേൾക്കുന്നത് ഐസക്കിനെ കൈയും കാലൊക്കെ കെട്ടി എബ്രഹാം ബലി അർപ്പിച്ചെന്ന് വായിക്കുന്നെങ്കിലും ട്രഡീഷണലി ഉള്ള, എസ്പെഷ്യലി ജൂയിഷ് ലേറ്റർ ഓൺ ഉള്ള വായനകൾ നമ്മൾ കാണാൻ പറ്റും. അവിടെ ഐസക്ക് തന്നെ വില്ലിങ് ആയിട്ട് ബലി വസ്തുവാകാൻ താല്പര്യം കാണിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം. കാരണം നമ്മൾ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഐസക്ക് ഇസഹാക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: അപ്പം ഇത് വിറക് കയ്യിലുണ്ട്,
എല്ലാം ഉണ്ട്, പക്ഷെ എവിടെയാണ് ബലിവസ്തു, കുഞ്ഞാട് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ദൈവം ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും എന്നാണ് എബ്രഹാം അപ്പ ഐസക്കിനോട് പറയുന്നത്. പക്ഷെ ലേറ്റർ ഓൺ നമ്മൾ പിന്നെ അവർ നമ്മൾ കോൺവെർസേഷനൊന്നും കാണുന്നില്ല. പക്ഷേ ലേറ്റർ ഓൺ റബ്ബൈനിക് ഇൻ്റർപ്രിട്ടേഷൻസ് അത് നമ്മൾ കാണുന്നത് ഐസക് വാസ് സോ വില്ലിങ് ടു സാക്രിഫൈസ് ഹിസ് ഓൺ ലൈഫ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാം. അപ്പം അതുകൊണ്ടാണ് അത് ഈശോയുടെ ലൈഫോട് ഒത്തിരി പാരലൽ വരുന്നത്. ദൈവമായ കർത്താവ് ബലിയർപ്പിക്കുന്നു എന്നതോടൊപ്പം തന്നെ ഐസക് വാസ് വില്ലിങ് ടു ടേക്ക് അപ്പോൺ ദാറ്റ് ഡെത്ത്. ദൈവം എബ്രഹാമിൽ നിന്ന് ആവശ്യപ്പെട്ട ആ ഒരു മരണം, ബലിയർപ്പണം എല്ലാ പൂർണ്ണ മനസ്സോടെ ഐസക് അതിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് വില്ലിങ് ആയി നമ്മൾ വായിക്കുന്നു. അപ്പോൾ അതേപോലെ ഈ ഒരു ഭാഗത്ത് ബാപ്റ്റിസം സ്നാപകന്റെ കയ്യിൽ നിന്ന് ബാപ്റ്റിസം സ്വീകരിച്ച് മരണത്തിൻ്റെ ആ ഒരു അടയാളം ഏറ്റെടുക്കുന്ന ഈശോ ആ ഐസക്ക് കാണിച്ച പോലെ, അതുപോലെ പിതാവായ ദൈവം ആ അബ്രഹാം കാണിച്ച പോലത്തെ ഒരു മെൻറ്റാലിറ്റി ഇവിടെ കാണിക്കും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ ഇവിടെ ഇങ്ങനെ പറയുന്നു, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ് എന്ന് ഈശോ സ്നാപകനോട് പറയുമ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് ദൈവത്തിൻ്റെ ഈ പദ്ധതി പൂർത്തിയാക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ് എന്നതാണ്. ഒരു ജോയിൻറ്റ് മിഷൻ അവിടെ ഈശോ കാണിക്കുവാണ്. കാരണം ജോൺ ദ ബാപ്റ്റിസ്റ്റ് അതുവരെ ഉള്ള നിയമവും പ്രവാചകന്മാരും ഒക്കെ ഉള്ള ആ പഴയ നിയമത്തിൻ്റെ അറ്റത്ത് നിന്ന് പുതിയ നിയമത്തിലേക്ക് ബാറ്റൺ കൈമാറുന്ന ഒരു വ്യക്തിയായിട്ട് നിൽക്കുവാണ് അല്ലേ. ഈശോ അതുപോലെ ദൈവത്തിൻ്റെ ഹിതം പരിപൂർണമായിട്ട് നിറവേറ്റാനായിട്ട് മനുഷ്യർക്ക് വേണ്ടി രക്ഷ നേടിയെടുക്കുക. അപ്പോൾ രണ്ടുപേരുടെയും കൂടെയുള്ള ജോയിൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യുത്തരമാണ് നമ്മളിവിടെ കാണുന്നത്. അതിലേക്കാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ ഈശോ ഇവിടെ ഇൻവൈറ്റ് ചെയ്യുന്നത്. പിന്നെ ആത്മാവ് പ്രാവിനെ പോലെ ഇറങ്ങി വരും നമുക്ക് കാണാം. ആത്മാവ് പ്രാവിനെ പോലെ ഇറങ്ങി വരുന്നു പറയുമ്പോൾ ജനസിസ് ചാപ്റ്റർ ഉൽപ്പത്തിയുടെ പുസ്തകം ചാപ്റ്റർ 1 നമ്മൾ വായിക്കും, ജലത്തിൻ്റെ മീതെ ആഴത്തിന് മീതെ ആത്മാവിൻ്റെ ചലനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. സ്പിരിറ്റ് ഓഫ് ഗോഡ് വാസ് ഹവറിങ് ഓവർ ദ വാട്ടേഴ്സ് നമ്മൾ വായിക്കുന്നത്, ഹവറിങ് ഓവർ. അപ്പോൾ അത് ശരിക്കും ഒരു ബേർഡിൻ്റെ മൂവ്മെൻറ്റ് പോലെയാണ് അതിനെ കമ്പയർ ചെയ്യപ്പെടുന്നത്, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂവ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഡവായിട്ട് ഒരു പ്രാവിൻ്റെ രൂപത്തിൽ ഡിസെൻഡ് എന്ന് പറയുമ്പോൾ ആ ആത്മാവിൻ്റെ നേരിയ ചലനം, വലിയ ആരവങ്ങളുണ്ടാക്കി ഫയർ പോലെ ഉള്ള പരിശുദ്ധാത്മാവാണ്, എന്നാലും വളരെ ടെൻഡറായിട്ട് ആരവങ്ങളില്ലാതെ നിശബ്ദമായിട്ട് ഇവിടെ ഒരു ഈശോയുടെ മിഷൻ്റെ തുടക്കം ഇനോഗ്രേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പബ്ലിക് മിനിസ്ട്രി ഇനോഗ്രേറ്റ് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റ്. അപ്പോൾ അവിടെ വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ നിശബ്ദതയിൽ ഈശോയുടെ ആ ജോലി ഈശോ കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഒരു അടയാളം കൂടെയാണ് നിശബ്ദതയിലുള്ള പ്രാവ് അവിടെ. അതുപോലെ തന്നെ പ്രാവ് ഒരു പുതിയ തുടക്കത്തിൻ്റെ അടയാളമാണ്. നോഹയുടെ പെട്ടകത്തിൻ്റെ അവിടെയൊക്കെ വായിക്കുമ്പോൾ പുതിയൊരു തുടക്കത്തിൻ്റെ ഒരു മുന്നറിയിപ്പ്, ഒരു പുതിയൊരു തുടക്കത്തിൻ്റെ ഒരു അടയാളം സിമ്പിളായിട്ട് വരുന്നത് ഒരു ഡവാണ്. അപ്പോൾ അതുപോലെ പുതിയൊരു ജീവിതമാണ് ഇവിടെ, പുതിയ ലൈഫിലേക്ക് എല്ലാവരെയും കൊണ്ടുവരുന്ന കുരിശുമരണവും ഉത്ഥാനവും ഒക്കെയാണ് ഇവിടെ ഇപ്പോൾ സിമ്പിളൈസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഭാഗമായിട്ടാണ് പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മൾ അഗ്നിയായിട്ടല്ല ഡവായിട്ട് വരുന്നതായിട്ട് കാണുന്നത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ട്രിനിറ്റിയുടെ ആദ്യത്തെ ഒരു പബ്ലിക് അപ്പിയറൻസ് എന്ന് പറയാം. ഈശോ ഉണ്ട്. ഈശോ ഇവിടെ മനുഷ്യനെന്ന രീതിയിൽ, ഈശോയുടെ പേഴ്സണാലിറ്റിയിൽ പൂർണ്ണമായ മനുഷ്യനും പൂർണ്ണമായ ദൈവവുമായ ഈശോ, ആ ഈശോ ഇവിടെ ഉണ്ട്. ട്രിനിറ്റിയുടെ സെക്കൻഡ് പേഴ്സൺ, പിതാവിൻ്റെ സ്വരവും പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസും. പ്രിയപ്പെട്ടവർ, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഗോസ്പലിൻ്റെ ബിഗിനിങ്ങിൽ പറയുന്ന ഈ ട്രിനിറ്റേറിയൻ കോണ്ടെക്സ്റ്റ് തന്നെയാണ് ഇതിൻ്റെ അവസാനവും. ഈ മാത്യുവിൻ്റെ ഗോസ്പൽ എൻഡ് ചെയ്യുമ്പോൾ ദ ഗ്രേറ്റ് കമ്മീഷനിങ്, നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുക എന്ന് പറയുമ്പോൾ ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആ ജ്ഞാനസ്നാനം നമ്മളിവിടെ കാണുകയാണ്. ഇവിടെ ആ ക്രിസ്ത്യാനിറ്റിയുടെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള, പിന്നെ നമ്മൾ റിച്വൽസായിട്ടൊക്കെ വരുന്ന മാമോദീസയൊക്കെ വരുന്നത്, നമ്മൾ അതിൻ്റെയൊക്കെ തുടക്കം, ആ ഒരു ദൈവത്തിൻ്റെ കൃപയുടെ ഒരു ഒഴുക്കിൻ്റെ തുടക്കം, അതൊക്കെയാണ് നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൽ കാണുന്നത്. നമുക്കിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മൾ ഇന്ന് വായിച്ച ഈ വചനഭാഗം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് ഈ വചനഭാഗത്ത് നിന്ന് ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന കൃപകൾ നമുക്ക് സ്വന്തമാക്കാം. എല്ലാ നീതിയും പൂർത്തിയാകാനായി സ്വയം ശൂന്യമായി തീർന്ന ദൈവപുത്രൻ ഈശോയെ, ഞങ്ങളെ നിമിഷങ്ങളിൽ അങ്ങയുടെ കരങ്ങളിൽ നിന്ന് അങ്ങേക്കുണ്ടായ ദൈവഹിതത്തോടുള്ള ആ ഒരു സബ്മിസീവ് നേച്ചർ ഞങ്ങൾ ചോദിക്കുന്ന ഈശോയെ, പിന്നെ കുരിശുമരണത്തിലേക്ക് അങ്ങേക്കുള്ള ആ യാത്രയിൽ എത്രയോ മുമ്പ് തന്നെ അങ്ങ് പ്രിപ്പയർഡ് ആയിരുന്നു എന്നുള്ളത് ഈ ഒരു ഇൻസ്റ്റൻസ് ഞങ്ങൾക്ക് വളരെ ക്ലിയറായിട്ട് കാണാം. ഈശോയെ, ഞങ്ങളും അങ്ങയോട് ഈ ഒരു കൃപ ചോദിക്കുന്നു.
ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളെക്കാളും ചെറിയവരെന്ന് കാണപ്പെടുന്നവരോട് പോലും ഞങ്ങളാണ് എല്ലാവരെക്കാളും താഴ്ന്നത് എന്ന രീതിയിലുള്ളൊരു ബിഹേവിയർ, ആ ഒരു സബ്മിസീവായിട്ടുള്ള നേച്ചർ, ആ ഒരു സബ്മിസീവ് ആയിട്ടുള്ള കൃപ സ്വർഗത്തെ അട്രാക്റ്റ് ചെയ്ത് സ്വർഗത്തിൻ്റെ മാനിഫെസ്റ്റേഷൻസ് കൊണ്ടുവരാൻ കോസാകുന്ന കാര്യമാണ് ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവേ. അങ്ങ് ജോൺ ദ ബാപ്റ്റിസ്റ്റിന് മുമ്പിൽ തല കുമ്പിട്ടപ്പോൾ അതിൽ പ്രസാദിച്ചത് സ്വർഗം മുഴുവനുമാണ്. മനുഷ്യനെന്ന രീതിയിൽ അങ്ങയുടെ ഒരു ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കർത്താവേ. ഞങ്ങളുടെ ലൈഫിലും ഇതുപോലെ ചെറിയ ചെറിയ കോണ്ടെക്സ്റ്റുകൾ ഞങ്ങളുടെ ലൈഫിന് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ദൈവവിളി ഫുൾഫിൽ ചെയ്യാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. പ്രത്യേകിച്ചും എളിമയുടെ സബ്മിസീവ് ആകുന്നതിൻ്റെ വിജയം ഞങ്ങൾ നേടാനായിട്ട് ഈശോയെ ഇതിലൂടെ അങ്ങയുടെ ബാപ്റ്റിസത്തിലൂടെ ഞങ്ങൾക്കും കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വന്ന് നിറയണമേ. നിശബ്ദതയുടെ ശക്തി, സബ്മിസീവ്നെസ്സിൻ്റെ, വിധേയപ്പെടലിൻ്റെ ശക്തി ഞങ്ങൾക്കും പഠിപ്പിച്ചു തരണമേ പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ സ്വർഗീയ അപ്പച്ച, ആസ് യു കോൾഡ് ജീസസ് മൈ ബിലവഡ് സൺ, ഇത് എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞ പോലെ അപ്പ ഞങ്ങളെ ഓരോരുത്തരും പറ്റി പറയാൻ അങ്ങേക്ക് ഇഷ്ടമുള്ള പ്ലീസിങ് ജീവിതങ്ങളാക്കി ഞങ്ങളുടെ ജീവിതങ്ങൾ മാറ്റണമേ. അങ്ങയുടെ ബിലവഡ് സൺ, ബിലവഡ് ഡോട്ടർ, അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ആയിത്തീരട്ടെ. അങ്ങേ പ്രസാദിപ്പിക്കുന്ന ജീവിതങ്ങളാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവത്തെ സന്തോഷിപ്പിച്ച് ദൈവത്തെ ആനന്ദിപ്പിച്ച് ഈ ലോകത്തൂടെ കടന്നുപോയ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. താങ്ക് യു പ്രിയപ്പെട്ടവരെ. അങ്ങനെ നമ്മൾ അടുത്തൊരു എപ്പിസോഡ് ഇവിടെ കൺക്ലൂഡ് ആവുകയാണ്. ഇന്ന് വചനം വായിക്കുകയും അതിൻ്റെ ചെറിയ ചെറിയ റിഫ്ലക്ഷൻസ്, പ്രത്യേകിച്ചും കാത്തലിക് ചേർച്ചിൻ്റെ ഒരു വലിയൊരു ഒരു ശേഖരം തന്നെ കാത്തലിക് ചേർച്ചിനുണ്ട്, കമൻട്രീസിൻ്റെ, പല ആൾക്കാരുടെ ഇൻ്റർപ്രിറ്റേഷൻസിൻ്റെ. അതോടൊപ്പം നമുക്ക് ഡെയിലി നമ്മൾ വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മ നമുക്ക് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒത്തിരി സന്തോഷം. അപ്പോൾ ഈ ഒരു മിനിസ്ട്രിയിലൂടെ നിങ്ങളുമായിട്ട് പരിചയപ്പെടാൻ പറ്റുന്നതിൽ നിങ്ങൾ ബൈബിൾ എടുക്കുക, എന്നോടൊപ്പം വായിക്കുക, അതുപോലെ കമൻസൊക്കെ ഇടുക, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അതൊക്കെ റിസോൾവ് ചെയ്യാം. അപ്പോൾ പരസ്പരം പ്രാർത്ഥിക്കാം. അടുത്തൊരു എപ്പിസോഡിൽ നാളെ കാണാം. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.